നമസ്കാരം. മലയാളവും മലയാളിയും ഉള്ളിടത്തോളം കാലം ഒരു വിങ്ങലായി അവശേഷിക്കും മേപ്പാടിയിലും ചൂരൽമലയിലുമായി ഉണ്ടായ ആ ദുരന്തം. ഒറ്റ രാത്രി കൊണ്ട് ഈ ഭൂമുഖത്തുനിന്ന് അപ്രത്യക്ഷരായ കുറേ മനുഷ്യർ, മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ, അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട മക്കൾ, കൂടപ്പിറപ്പുകളെ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ, ഒരായുസ് കൊണ്ട് കെട്ടുപൊക്കിയ വീടടക്കം പലതും നഷ്ടപ്പെട്ട, ജീവനാവധിവാദികൾ നഷ്ടപ്പെട്ട, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരുടെ പുനരധിവാസം എങ്ങനെയെന്ന കാര്യത്തിൽ ഇപ്പോഴും ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഈ മനുഷ്യരെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കാൻ കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോടതി കയറിയിറങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. കോടതിയിലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ തർക്കമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് പുനരധിവാസം നടപ്പാക്കണമെന്ന വാദമാക്കി കേന്ദ്രം ഉന്നയിക്കുന്നത്. എത്രയും വേഗം ഇക്കാര്യത്തിൽ തീരുമാനം വേണമെന്ന കോടതി നിർദ്ദേശവും വന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പറഞ്ഞു വരുന്നത്, കേന്ദ്ര സഹായം ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച്, അല്ലെങ്കിൽ കേന്ദ്ര സഹായം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഒരു ഹർത്താൽ നടന്നു. LDFും UDFും ഒരുപോലെ ഹർത്താൽ ആഹ്വാനം ചെയ്തു. കേന്ദ്രഭരണത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ BJP ഹർത്താലിൽ നിന്ന് വിട്ടുനിന്നു. അവർ നടത്തിയില്ല, സ്വാഭാവികമാണ്. നമുക്കറിയാം, ദുരന്തം നടന്ന 10ാം നാൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വയനാട്ടിലെത്തി. പുനരധിവാസത്തിന് പണം ഒരു തടസ്സമാകില്ല എന്ന വലിയ പ്രഖ്യാപനം അദ്ദേഹം നടത്തി. വലിയ പ്രതീക്ഷയോടെയും ആവേശത്തോടെയുമാണ് മലയാളി ആ സന്ദർശനത്തെ കണ്ടത്. പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് കേരളത്തിന് സഹായം എത്തുന്നില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഹർത്താൽ ദിവസം മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V മുരളീധരൻ്റെ ആ പ്രസ്താവന വരുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി ജീവിക്കുന്ന മനുഷ്യരുടെ മുഖത്ത് നോക്കിയാണ് അദ്ദേഹം പറയുന്നത്. വയനാട്ടിലെ ഒരു പ്രദേശത്തെ 2-3 വാർഡുകളിലുണ്ടായ ഒരു ചെറിയ ദുരന്തം, അല്ലെങ്കിൽ 2-3 വാർഡുകളുണ്ടായ ഒരു സ്ഥലം ഒരു പ്രദേശമായി ഒലിച്ചുപോയി എന്ന മട്ടിൽ അത് വിശേഷിപ്പിക്കുന്നത് ശരിയാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മുരളീധർജി പണ്ടും ഇങ്ങനെയാണ്, നിർണായക സമയത്ത് ഇതുപോലെ ഓരോ പ്രസ്താവന നടത്തും. പണ്ട് പെട്രോളിൻ്റെ വില കൂടുതലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാചകമുണ്ട്. അത് കൂടുമ്പോൾ ഇത് കൂടും, ഇത് കൂടുമ്പോൾ അത് കൂടും എന്നുള്ള ആ വാചകം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അത് കൂടെ പറഞ്ഞ് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നും മാത്രമാണ് അദ്ദേഹത്തിനോട് വയനാട്ടുകാർ അല്ലെങ്കിൽ മലയാളി പറയുന്നത്. നമുക്കറിയാം, ഈ ദുരന്തമുണ്ടായ നിമിഷം മുതൽ വയനാടിനെ രക്ഷിക്കാനായി അല്ലെങ്കിൽ വയനാടിനെ മലയാളി ഒപ്പം കൂട്ടുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് മലയാളികൾ സഹായം എത്തിച്ചു. മുരളീധർജിയോട് പറയാനുള്ളത്, വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സേവാഭാരതിയിലെ സുഹൃത്തുക്കളോടെങ്കിലും ചോദിച്ചു നോക്കണം, അത് ഒരു പ്രദേശത്തിൻ്റെ മാത്രം ദുഃഖമാണോ എന്ന്. ഏതാണ്ട് 400-ലധികം പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക്. 150ഓളം മനുഷ്യരെ കാണാനില്ല. ഇത്രയും വലിയ ഒരു പ്രകൃതി ദുരന്തം ഈ അടുത്ത കാലത്തെങ്ങും ഇന്ത്യയിൽ സംഭവിച്ചിട്ടില്ല. എന്നിട്ടും മുരളീധർജിക്ക് അത് 1-2 വാർഡുകളിൽ സംഭവിച്ച ഒരു ദുരന്തം മാത്രമാണ്. പലതരം ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനാ ദുരന്തങ്ങളും നമ്മൾ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ. ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്, സഹായം പ്രതീക്ഷിച്ച് നിൽക്കുന്ന മനുഷ്യരാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹരായി നിൽക്കുന്ന മനുഷ്യരാണ്. അവരെ നോക്കി ഇങ്ങനെ പരിഹസിക്കുന്നതെങ്കിലും മിനിമം ഒഴിവാക്കണം. മുരളീധർജി മാത്രമല്ല, ഏത് രാഷ്ട്രീയക്കാരായാലും ഇങ്ങനെ ഒന്ന് സംസാരിക്കരുത്. കാരണം ഇവരുടെ ചൂണ്ടുവിരലിലെ ശക്തി കൊണ്ടാണ്, ഇവർ ഇലക്ഷൻ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ കൊണ്ടാണ് ഓരോ തവണയും നിങ്ങളൊക്കെ അധികാരത്തിൽ വരുന്നത്. അല്ലെങ്കിൽ ഇലക്ഷനിൽ ജയിക്കുന്ന കാര്യം മുരളീധരജിയോട് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ മലയാളി ഒന്ന് ഓർക്കണം, നിപ്പ വന്നു, പ്രളയം വന്നു, കോവിഡ് വന്നു, ഇതെല്ലാം നമ്മൾ അതിജീവിച്ചതാണ്. അതുപോലെ ഇത്തരം പ്രസ്താവനാ ദുരന്തങ്ങളെയും അതിജീവിക്കേണ്ട ബാധ്യതയും കരുത്തും നമുക്കുണ്ട്. നമ്മളത് ചെയ്യും. അപ്പോൾ കാണാം.